എല്ലാ ഗണങ്ങളുടെയും നായകനാണ് ഗണേശ്വരൻ. ബുദ്ധിയുടെയും എല്ലാ സിദ്ധികളുടെയും ഇരിപ്പിടമാണ് ഭഗവാൻ. വിഘ്നേശ്വരൻ എവിടെയുണ്ടോ അവിടെ വിഘ്നങ്ങൾ ഉണ്ടാവുകയുമില്ല. സർവ്വ ഐശ്വര്യങ്ങളുടെയും മൂലസ്ഥാനമായ ശ്രീ വിനായകന്റെ തിരു അവതാര ദിവസമാണ് ചിങ്ങമാസം വെളുത്ത പക്ഷത്തിൽ വരുന്ന വിനായക ചതുർത്ഥി. ഈ ദിവസം പ്രാർത്ഥന, വഴിപാട്, ജപം, വ്രതം തുടങ്ങിയവയിലൂടെ ഗണപതി ഭഗവാന്റെ പ്രീതി നേടുന്നവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കും. 2025 ഓഗസ്റ്റ് 27 ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി. ഏതൊരു സംരംഭത്തിനും ആരംഭം കുറിക്കുമ്പോൾ ഗണപതി ഹോമവും പൂജയും നടത്തേണ്ടതാണ്. കേതുർദശാകാലത്ത് കഷ്ടപ്പാടുകൾ കുറയുന്നതിന് ഗണപതിയെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ശ്രീ പരമേശ്വരൻ, മഹാവിഷ്ണു, ദേവി എന്നീ ദേവീദേവന്മാരെ പൂജിച്ചാൽ ലഭിക്കാവുന്ന സകല പുണ്യങ്ങളും ശ്രീ വിനായക ദേവനെ മാത്രം ഭജിച്ചാൽ സിദ്ധിക്കുന്നതാണ്. വിനായക ചതുർത്ഥി ദിവസം ഗണപതി പൂജ, ഹോമം തുടങ്ങിയവ നടത്തുന്നത് ഗണപതി പ്രീതിക്ക് നല്ലതാണ്. അന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് നിത്യകർമ്മങ്ങൾ നടത്തിയിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതി ഹോമം കഴിപ്പിക്കുക. പകൽ ഉപവാസം അനുഷ്ഠിച്ച് ഗണേശ കീർത്തനങ്ങൾ ആലപിക്കുക. ശ്രീ മഹാഗണേശ മൂലമന്ത്രം ജപിക്കുക. പഞ്ചമി ദിവസം സ്നാനാദി കർമ്മങ്ങൾ നടത്തിയ ശേഷം ചന്ദ്രനെ ദർശിക്കുക. ഗണപതി ഭഗവാന് ഉണ്ണിയപ്പം, മോദകം, അട മുതലായ പലഹാരങ്ങൾ നിവേദിക്കുക. ഇങ്ങനെയാണ് വിനായക ചതുർത്ഥി അനുഷ്ഠിക്കേണ്ടത്. ഈ ദിവസം ഗണപതി സ്തുതികൾ, മന്ത്രങ്ങൾ, ഗണേശ അഷ്ടോത്തരം, സഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നത് ഉത്തമമാണ്. എന്തെങ്കിലും കാരണത്താൽ ഈ ദിവസം വ്രതം നോൽക്കാൻ കഴിയാത്തവർ ഈ സ്തുതികളും മന്ത്രങ്ങളും പരമാവധി ജപിച്ചാൽ ഭഗവാന്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും ലഭിക്കും.